ആർ.സി.ബി എന്തായാലും കളിച്ച മൂന്നാമത്തെ മത്സരവും സ്വന്തം ഹോമിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. ആർ.സി.ബി നിങ്ങളൊന്നി പിച്ച് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റാലിറ്റി ചേഞ്ച് ചെയ്യണം. നിങ്ങളൊരു സ്വിംഗിങ് കണ്ടീഷനുള്ള ഒരു ചില്ല് നിങ്ങൾ കളിക്കുന്ന ഗെയിം കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ കളിയിലും നിങ്ങൾക്ക് വന്ന് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ കഴിയുമോ? നിങ്ങൾ വന്ന് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നു, ഒന്നും നോക്കുന്നില്ല, എടുക്കുന്നില്ല. ആൾറെഡി മഴ പെയ്ത് പിച്ച് ഫുള്ളി കവർ ചെയ്ത് കിടക്കുന്ന സാഹചര്യം. വരുന്നു ആദ്യത്തെ ഓവർ തന്നെ അടിച്ചു കളിക്കാനുള്ള ഇന്റൻഷനുമായിട്ട് നിങ്ങൾ ഇറങ്ങി വരുന്നു. അർഷ്ദീപ് സിംഗിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഫിലിപ്പ് സാൾട്ടിനെ എടുത്തുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു. കാരണം നമ്മൾ കണ്ടതാണ്, ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്ന സീരീസിൽ 2 കളിയിൽ അടുപ്പിച്ച് അർഷ്ദീപ് സിംഗ് ഫിലിപ്പ് സാൾട്ടിന്റെ വിക്കറ്റ് എടുത്തു. പഞ്ചാബിന്റെ കഴിഞ്ഞ കളി പരിശോധിക്കുകയാണെങ്കിൽ അർഷ്ദീപ് സിംഗിന് ബോളിംഗ് കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പവർ പ്ലേയിൽ അർഷ്ദീപ് സിംഗിന് വിക്കറ്റ് കിട്ടുന്നില്ല. ഇന്ന് അർഷ്ദീപ് സിംഗ് പറഞ്ഞു, ഇന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ, എന്റെ വിക്കറ്റാ, ഫ്രീ വിക്കറ്റാ ഫിലിപ്പ് സാൾട്ട്, ഇന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാമെന്ന് പറയുന്നു. അർഷ്ദീപ് സിംഗിനെ കൊണ്ടുവരുന്നു, പുള്ളി വരുന്നു, 2 വിക്കറ്റ്, മെയിൻ വിക്കറ്റ്. വിരാട് കോഹ്ലി എടുത്തുകൊണ്ട് പോകുന്നു, അതുപോലെ തന്നെ ഫിലിപ്പ് സാൾട്ടിനെ കൊണ്ടുപോകുന്നു. ഇന്നത്തെ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു അൺഈവൻ ബൗൺസ് കിട്ടുന്ന ഒരു പിച്ചായിരുന്നു. പഞ്ചാബിന്റെ ഫാസ്റ്റ് ബോളർമാർ കറക്റ്റ് രീതിയിൽ ഷോർട്ട് പിച്ച് ലെങ്ത് എറിഞ്ഞു, അതുപോലെ തന്നെ ഗുഡ് ലെങ്ത്, ടെസ്റ്റ് ലെങ്തിൽ നല്ല മനോഹരമായി ബോൾ ചെയ്തു. അൺഈവൻ ബൗൺസ് വന്നു, ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ സ്ലോ ആയിട്ട് വരുന്നു. ബാറ്റ്സ്മാൻമാർക്ക് ജഡ്ജ് ചെയ്യാനേ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഇന്ന് സ്ട്രേറ്റിലൊന്നും ഒരു ബാറ്റർക്കും കളിക്കാനേ കഴിഞ്ഞില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്ട്രേറ്റ് ആയെങ്കിലും ബാക്ക് ഫുട്ടിൽ പോയിട്ട് ലെഗ് സൈഡിൽ കളിക്കാൻ കഴിയുന്നില്ല, ആർക്കും കളിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. മനോഹരമായിട്ട് പഞ്ചാബ് ആ ഒരു സാഹചര്യത്തെ അഡാപ്റ്റ് ചെയ്യുന്നു. അവരുടെ ബോളർമാര് അർഷ്ദീപ് സിംഗ് ആണെങ്കിലും ജെയ്സൺ ആയാലും മനോഹരമായിട്ട് വന്ന് ബോൾ ചെയ്തു. അവർ നടു ഓടിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു ആർ.സി.ബിയുടെ ഇന്ത്യൻ നിങ്ങൾ മാറ്റുക. നിങ്ങൾ എല്ലാ ദിവസവും ഒരേപോലെ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളൊക്കെ ലാസ്റ്റ് കളിയിൽ ജയ്പൂരിൽ പോയി ആർ.ആറിനെ പരാജയപ്പെടുത്തി. അവിടെ നിങ്ങൾ പോയി ഒരു അഗ്രസീവ് ക്രിക്കറ്റ് കളിച്ചു. അവിടുത്തെ പിച്ച് സാഹചര്യം വ്യത്യാസമായിരുന്നു. ഇതെന്ന് പറഞ്ഞ ഒരു ക്ലൗഡി കണ്ടീഷനിൽ മഴ പെയ്ത് മണിക്കൂറോളം പിച്ച് കവർ ചെയ്തിട്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വന്നിട്ട് അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കാൻ പോകും. നിങ്ങൾ 2 ഓവറെങ്കിലും നോക്കി കളിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും റണ്ണർ ബോൾ കളിച്ചിരുന്നെങ്കിൽ ഒരു 130 റൺസ്, മാക്സിമം ഒരു 140 റൺസ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ സ്കോറിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ. അതല്ലേ നിങ്ങൾ കണ്ടത്? ഇങ്ങനെ പഞ്ചാബ് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടില്ലേ ഒരു സാഹചര്യത്തിൽ? പഞ്ചാബ് 53ൽ 4 വിക്കറ്റ് പോയി. നിഹാൽ വധേരയുടെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ആർ.സി.ബിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ. അതുപോലെ നല്ല രീതിയിൽ ജോഷ് ഹസൽവുഡ് ബോൾ ചെയ്യുന്നു, ഭുവനേശ്വർ കുമാർ നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്തു. പഞ്ചാബിനെ ഒന്ന് ഭയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ സ്കോർ 95 റൺസ്, ഒരു സ്കോറേ അല്ലായിരുന്നു. നിങ്ങൾ 120, മാക്സിമം ഒരു 130 റൺസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇന്നത്തെ കളി നിങ്ങൾക്ക് ജയിക്കാമായിരുന്നു. നിങ്ങൾ ആ കളിയെ കൊണ്ട് കളഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ലിയാം ലിവിങ്സ്റ്റൺ, പുള്ളിയുടെ പെർഫോമൻസ് ഒന്ന് പരിശോധിച്ച് നോക്കുമെങ്കിൽ ആദ്യത്തെ കളി CSKക്കെതിരെ 10 റൺസ് എടുക്കുന്നു, ഗുജറാത്തിനെതിരെ 54 റൺസ് എടുക്കുന്നു, മുംബൈക്കെതിരെ 0, ഡൽഹിക്കെതിരെ 4, ഇന്നത്തെ മത്സരത്തിൽ 4. വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുള്ളിയുടെ റിപ്ലേസ്മെന്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുള്ളി വിക്കറ്റ് കൊണ്ട് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം, പുള്ളിക്ക് റൺസ് കണ്ടെത്താൻ കഴിയുന്നേ ഇല്ല. പുള്ളി നിങ്ങൾക്ക് ഒരു തലവേദന തന്നെയാണ്. നമ്പർ 4 ആയാലും നമ്പർ 5 ആയാലും നിങ്ങൾക്ക് ഒരു തലവേദന തന്നെയാണ് ലിയാം ലിവിങ്സ്റ്റൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു.